എല്ലാവർക്കും ഷെഫ് ട്യൂബിൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്ന ഐറ്റം ഒനിയൻ വെച്ചിട്ടൊരു പക്കോടയാണ്. ശരിക്കും സ്നാക്സ് ആയിട്ട് തന്നെ കറുമുറാന്ന് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണത്. ഇത് ശരിക്കും റൗണ്ട് ചെയ്തെടുത്താൽ ഒനിയൻ ബോണ്ട പോലെ എടുക്കാൻ പറ്റുന്ന സെയിം കടലമാവിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. നല്ല ക്രഞ്ചി ആയിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കി തീരുന്ന നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് അല്പം കടലമാവ് മാത്രമാണ് നമ്മൾ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യുന്നുള്ളൂ. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും. നമ്മൾ ആദ്യം അതിന് വേണ്ടിയിട്ട് ഒരു 100 ഗ്രാമോളം കടലമാവ്, ഒരു 2 ടേബിൾ സ്പൂണോളം പുട്ടുപൊടി, അല്പം ഉപ്പ്, ഒരു 1/4 ടീസ്പൂണോളം ടേബിൾ സ്പൂൺ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്, ഒരു 1/2 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ, അല്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇനി ആവശ്യത്തിനുള്ള വെള്ളം. നമ്മൾ വെള്ളം ഒരിക്കലും കൂടുതൽ ഒഴിച്ചു കൊടുക്കരുത്. ഭയങ്കര ലൂസായി പോയാൽ നമുക്ക് ഉദ്ദേശിക്കുന്ന ടെക്സ്ചറിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അല്പാൽപ്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ കട്ട പൂർണ്ണമായിട്ട് നമ്മൾ ഉടച്ചെടുക്കുക. ശരിക്കും ടൈറ്റിൽ തന്നെ നമ്മൾ മാവ് തയ്യാറാക്കുക. അത് അധികം നേരം പുളിക്കാൻ വെക്കേണ്ട ആവശ്യമില്ല. ഇത് പെട്ടെന്ന് തന്നെ വെള്ളം സവാളയിലുള്ളതുകൊണ്ട് പെട്ടെന്ന് ഓവർ ഇതായി പോവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓയിൽ ചൂടാക്കാൻ വെച്ചതിന് ശേഷം നമുക്ക് ഈ സ്നാക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. നമ്മളൊരു 2 സവാളയാണ് ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. വളരെ നൈസായിട്ട് ഒരേ വലുപ്പത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ ആവശ്യത്തിനാണ് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് മാവ് ഇട്ട് കൊടുക്കുന്നത്. മാവ് ഒന്നിച്ചിട്ട് കൊടുക്കുന്നില്ല. സവാളയ്ക്ക് ആവശ്യമായ മാവ് മാത്രമേ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കറിവേപ്പില, ഇത് ഓപ്ഷനിലാണ്, നമ്മൾ കളറിന് വേണ്ടി ഇടുന്നുള്ളൂ. ഇത് നമ്മൾ മാവ് ഒട്ടും നമ്മൾ പുളിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുന്നില്ല. ഇത് പെട്ടെന്ന് സവോളയുടെ വെള്ളം ഇറങ്ങുന്നുണ്ട്. നമ്മൾ ഓയിൽ ചൂടായപ്പോൾ തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ചൂടായ ഓയിലിലേക്ക്, ശരിക്കും ഓയിൽ ചൂടായതിന് ശേഷം മാത്രമേ ഈ സ്നാക്ക് ഇടാവുള്ളൂ. ഇത് നമ്മൾ ഉണ്ട പോലെ ഇതായിട്ടല്ല ചെയ്യുന്നത്, സ്പ്രെഡായിട്ട് തന്നെ ഇടുന്നത്. അപ്പോൾ അതുകൊണ്ടത് നല്ല ക്രഞ്ചി ആയിട്ട് തന്നെ ഇരിക്കും. കടിക്കുമ്പോൾ നമുക്ക് മിക്സറൊക്കെ കഴിക്കുന്ന പോലെ തന്നെ നമുക്കിത് കഴിക്കാൻ പറ്റും. ഇത് ഓരോന്നായിട്ട് സ്പ്രെഡ് ചെയ്ത്, ഇപ്പോൾ നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചുകൊണ്ട് 2 ആയിട്ടാണ് നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. പെട്ടെന്ന് തന്നെ റെഡിയാവും. ചൂട് ഓയിലിലേക്ക് ഇട്ട് കൊടുത്താൽ ഒനിയൻ കുക്കാവാൻ ഒട്ടും ടൈം വേണ്ട. വളരെ പെട്ടെന്ന്, മാക്സിമം 2 മിനിറ്റാണ് നമുക്ക് സ്നാക്ക് തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ളൂ. ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്നാക്കാണ്ട്. ഇതിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചാറ്റ് മസാലയോ എന്ത് വേണമെങ്കിലും ഇട്ടിട്ട് ഇത് കഴിക്കാം. നമ്മളെ നല്ല ക്രഞ്ചി ആയിട്ട് നമുക്ക് സവാള അവിടെ കിട്ടിയിട്ടുണ്ട്. അല്പം കൂടി ബാക്കിയുള്ള ഒനിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു. അത് കോരാറായുമ്പോൾ മാത്രം നമ്മൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുള്ളൂ. കറിവേപ്പിലയുടെ ഗ്ലേസിങ് ഒട്ടും പോവാതെ നമ്മൾ കോരിയെടുക്കുകയാണ്. ഒരുപാട് നേരം കറിവേപ്പില ഇട്ട് ഫ്രൈ ചെയ്ത ഒരു ബ്ലാക്ക് കളറായപ്പോൾ അപ്പോൾ നമുക്ക് ആ ഒരു ഗാർണിഷിന് പറ്റുന്ന രീതിയിൽ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കോരാൻ ടൈം ആകുമ്പോൾ മാത്രം കറിവേപ്പില ജസ്റ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കോരി മാറ്റുകയാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റും നല്ല ക്രഞ്ചി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് സവോള പക്കവട. അപ്പോൾ ഇതെല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും. നല്ലൊരു വൈകുന്നേരം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണിത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് സ്പൈസി ഉണ്ടാവും. നമ്മൾ പുട്ടുപൊടിയൊക്കെ ഇട്ട് നല്ല ക്രഞ്ചി ഫ്ലേവർ ആയിരിക്കും അത്. അപ്പോൾ നമ്മുടെ സവോള പക്കവട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യുക.